താൻ കഴിക്കുന്നില്ലേ? അത് ഇപ്പോഴും പേടിയാണോ? അങ്ങനെ ഒരു പേടിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിന്നർ ഒരുക്കാൻ VP പ്രേരിപ്പിച്ചത് എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. താൻ ഇരിക്കേ ഇരിക്കേ. കഴിക്കേ. ഇതൊരു കടന്തിറക്കലാണെങ്കിൽ ഇതാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ തനിക്ക് തരുമായിരുന്ന ഒരു അത്താഴ വിരുന്ന് കുറച്ച് നേരത്തെ ആക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല. ഇന്നേക്ക് കൃത്യം 1 മാസവും 12 ദിവസവും കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഓ, അപ്പം അതിൻ്റെ ട്രീറ്റാ. ശരിയാണല്ലോ. ആ ദിവസം നമ്മൾ മാത്രമായിട്ടാണ് ഡിന്നറിന് പോയിരുന്നത്. ഫസ്റ്റ് ആനിവേഴ്സറി മുതൽ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി വരെ നമ്മൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. അപ്പവും ആളുമൊക്കെ ഒപ്പം കൂട്ടാത്തതിൽ പിണങ്ങുമായിരുന്നെങ്കിലും അവർക്ക് പിന്നൊരു ദിവസം കോമ്പൻസേറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ. ഇത്തവണ ആ കോമ്പൻസേഷൻ ഒഴിവായി കിട്ടി നമുക്ക്. എനിവേ, താങ്ക്സ് VP. വെൽക്കം. കഴിക്കേ. അല്ല, ഒരു സംശയം. ഇത്തവണ എന്താ വിവാഹ വാർഷിക ട്രീറ്റ് നേരത്തെ ആക്കിയത്? ആ ദിവസം VPക്ക് വേറുള്ള പ്രോഗ്രാമോ ഉണ്ടോ? ആ, അത് പറയാം. ഫുഡ് എങ്ങനെ ഇഷ്ടമായത്? എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലേ VP? എന്തായി ട്രീറ്റ് അഡ്വാൻസ് ആക്കിയതെന്ന്? യെസ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ 26 വർഷങ്ങൾ നീണ്ടുനിന്ന നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറെക്കുറെ സുന്ദരമായിരുന്നു, അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ഐഡിയൽ കപ്പിളായിരുന്നു, ശരിയല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ലല്ലോ, അല്ലാതെയും VP എല്ലാവർക്കും റോൾ മോഡലാകാൻ പറ്റിയ ആളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എൻ്റെ കാര്യം വിട്ടേക്കൂ, ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ഒരാളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടോ ഇല്ല. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പേരിലല്ലാതെ ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും നമുക്ക് പിണങ്ങിയിരിക്കേണ്ടി വന്നിട്ടില്ല. സമ്മതിക്കുന്നു. ഇപ്പോഴല്ലാതെ ഇതിനു മുമ്പ് നമ്മൾ ആകെ പിണങ്ങിയത് കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയാത്തതിനെ പറ്റിയായിരുന്നു. അന്ന് ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ VP നിരസിച്ചു. അന്ന് ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ അന്ന് VP എടുത്ത നിലപാടാണ് ശരിയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അടുത്ത കൊല്ലം ഞാൻ പ്രഗ്നൻ്റായി അപ്പുവിനെ. സ്വന്തം ചോരിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്ത് അന്ന് നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. യെസ്, ഇന്ന് അതേ കുഞ്ഞിനെ ഓർത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കുന്നു. ഒരേ വീട്ടിലാണെങ്കിലും കണ്ടാൽ മുഖം തിരിച്ച് അന്യരെ പോലെ ജീവിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കില്ലേ ഗീത? അല്ല, ഇതിനേക്കാൾ ഭീകരമായിരിക്കും, ശരിയല്ലേ? എന്താ ആലോചിക്കുന്നത്? സത്യസന്ധമായി പറയൂ. ഇനി എപ്പോഴെങ്കിലും പഴയതുപോലൊരു ജീവിതം നമുക്കുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ചോദ്യം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ VP ഒന്ന് മനസ്സ് വച്ചാൽ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പുവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസാണ് താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, എനിക്കതിന് കഴിയില്ല. ശ്രമിക്കാനായിട്ടല്ല, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവളെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പറ്റാത്തോണ്ടാണ്. താൻ എന്നെ ഒന്ന് വിശ്വസിക്കുക.
ശരി, മറ്റെന്തെങ്കിലും വഴി വിപിയുടെ മുന്നിലുണ്ടോ? പഴയ ജീവിതം തിരികെ പിടിക്കാൻ ഒരു സാധ്യതയെ ഇപ്പം നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ അതിനൊരിക്കലും താൻ തയ്യാറാവില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. അപ്പുവിനെ ഞാൻ മറക്കണമെന്ന്, അങ്ങനെ ഒരു കുഞ്ഞ് നമുക്കില്ലെന്ന് കരുതണമെന്ന്, അതായിരിക്കും വിപിയുടെ മനസ്സിൽ, അല്ലേ? യെസ്. ശരിയാ, ആ വഴിയെപ്പറ്റി നമുക്ക് സംസാരിക്കേ വേണ്ട വിപി, വിട്ടുകളി. അതെനിക്കറിയാം. അതാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു വഴിയും ഇല്ലാതായിരിക്കുന്നു. ശേഷിക്കുന്ന കാലം മുഴുവൻ ഈ വീട്ടിൽ 2 ശത്രു രാജ്യങ്ങളെ പോലെ പുകഞ്ഞും നേറിയും നമുക്ക് കഴിഞ്ഞുകൂടേണ്ടി വരും. എന്ത് ദുസ്സഹമായൊരു ജീവിതമായിരിക്കും അത്. കഷ്ടിച്ച് 3-4 ദിവസമായപ്പോൾ തന്നെ പരസ്പരം എന്ത് മടുപ്പായി തുടങ്ങിയിരിക്കുന്നു. തോന്നുന്നില്ല തനിക്ക്? അതിനിപ്പോ എന്ത് വേണമെന്നാ വിപി പറയുന്നത്? നമുക്ക് പിരിയാം ഗീത. പരസ്പരം നല്ല സുഹൃത്തുക്കളായി തന്നെ നമുക്ക് പിരിയാം. അല്ലാതെ ഇങ്ങനൊരു ജീവിതം എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഗീത, വല്ലാതെ. വിവാഹ വാർഷികത്തിന് ഭാര്യയെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് മുന്നിലിരുത്തി ഭർത്താവ് പറയുന്ന തമാശയൊന്നുമല്ലല്ലോ ഇത്. നോ ഗീത, ഐ എം സീരിയസ്. നമുക്ക് പിരിയാം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. പരസ്പര ധാരണയോടുകൂടിയാവുമ്പോൾ മറ്റ് ലീഗൽ ഫോർമാലിറ്റീസിന്റെ കാര്യമില്ലല്ലോ. ഗീത ആലോചിച്ചിട്ടൊരു ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഈ വീട്ടിൽ അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ ഭക്ഷണമായിരിക്കും ഇത്. ബിബി, പ്ലീസ് മതിയാക്കല്ല്. ഇപ്പോഴാ എനിക്കിതിന്റെ പിന്നിലെ സർപ്രൈസ് എന്തെന്ന് ബോധ്യമായത്. ഇത്രയും വലിയൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഗിഫ്റ്റ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു വിപി. താങ്ക് യു സോ മച്ച്. കഴിക്ക്. നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ ഭക്ഷണമല്ലേ, നമുക്കിത് ആസ്വദിച്ച് കഴിക്കണം. കഴിക്ക്, നല്ല രുചിയുണ്ടല്ലേ? നല്ല എരിവ്. ഹലോ. ഹലോ, എന്നെ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചതുകൊണ്ടല്ലേ എന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചത്? എന്താ ഞാൻ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത്? അത് അപ്പുവിന് നല്ല സുഖമില്ല.
നല്ല പനിയും തലവേദനയും. മെഡിസിൻ കൊടുക്കായിരുന്നു. പറയടോ, താനെന്തിനാ വിളിച്ച? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ വിളിക്കാറുള്ളോ നമ്മള്? അല്ലാതെയും വിളിക്കാറുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഇന്ന് പകൽ മുഴുവൻ വെറുതെയെങ്കിലും ഒരു കോൾ ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത ഒരാൾക്ക് ഇപ്പം വിളിക്കാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പകൽ മുഴുവൻ എന്നെയും വിളിച്ചില്ലല്ലോ. അത് ഞാനിന്ന് നല്ല ബിസിയായിരുന്നു. അത് വെറുതെ എന്നോട് പിണങ്ങിയിട്ടല്ലേ? അപ്പോ അത് തനിക്ക് മനസ്സിലായി? അച്ഛനെ കണ്ട കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞു തന്നെ, ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. രണ്ടാമത്തെ കാരണം, ആ വിഷയം സംസാരിച്ച നമ്മൾ രണ്ടാളും പിണങ്ങുമെന്നറിയാവുന്നതുകൊണ്ട് എന്തിനാ രണ്ടുപേരുടെയും മൂഡ് സ്പോയിൽ ചെയ്യുന്നെന്ന് വെച്ചിട്ട്. അച്ഛനോട് എന്ത് പറഞ്ഞു? കണ്ടുവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കാരണവും പറയാതിരിക്കില്ലല്ലോ അച്ഛൻ. അച്ഛനോട് മുഷിഞ്ഞ് സംസാരിച്ചു അല്ലേ? ഞാൻ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പുവിന്റെ കാര്യത്തിൽ തന്നോട് പറഞ്ഞ അതേ നിലപാട് തന്നെയാ എനിക്കിപ്പോഴും ഒന്ന് പറഞ്ഞു. അതെങ്ങനെയാ മുഷിച്ചിലായി തോന്നുന്നത്? അപ്പോ എന്നെക്കാളും വലുതാണ് ഇപ്പൊ അപ്പു അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. മളവും ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുക. അതിന്റെ കൂടെ താനും കൂടി എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ പ്ലീസ്. ആയിക്കോളൂ, ഞാനെന്നെ ശല്യപ്പെടുത്താനേ വരുന്നില്ല. പോരെ? ഗീത, ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിച്ചോ? ഭാര്യയുടെ അധ്വാനഭാരം കുറയ്ക്കാൻ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിത്തന്നു. ഒപ്പം ഇരുന്ന് ഊട്ടി. അതിനിടയിൽ BP ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. തമ്മിൽ പിരിയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അതാണോ? ഇത് കണ്ടില്ലേ, തലേണയും ഷീറ്റും എടുത്ത് ഈ വീടിൻ്റെ മറ്റൊരു മുറി അന്തിയുറങ്ങാൻ അന്വേഷിക്കുന്ന ഭാര്യയാണ് ഞാൻ. ഇനി ഇതിൽ കൂടുതൽ തമ്മിൽ എന്ത് പിരിയാനാ BP? അങ്ങനെ ഈ മുറി വിട്ട് ഇറങ്ങണമെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാലോ. ഇല്ല, ഇങ്ങനെയൊക്കെ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിനി മനസ്സിലായിട്ടില്ല BP. സത്യമായിട്ട് മനസ്സിലായിട്ടില്ല. തമാശ കളയുക ഗീത. തമാശയോ? എന്താ ഞാൻ പറഞ്ഞ തമാശയായിട്ടാണോ VPക്ക് തോന്നിയത്? എങ്കിൽ അല്പം മുമ്പ് ഡൈനിങ് ടേബിളിൽ വെച്ച് VP പറഞ്ഞതും എനിക്ക് തമാശയായിട്ട് എടുക്കേണ്ടി വരും. പിരിയാൻ തീരുമാനിച്ച കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞത് സത്യമാണ് VP. ഒന്നെങ്കിൽ ഭാര്യയായ എനിക്ക് മറ്റെന്തെങ്കിലും അവിഹിത ബന്ധമോ സ്വഭാവദോഷമോ ഉണ്ടെന്ന് VPക്ക് ബോധ്യമാവണം. അല്ലെങ്കിൽ VPക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ BP ലഹരിക്ക് അടിമപ്പെട്ട് ഭാര്യയും മകളെയും നിഷ്കാരണം ഉപദ്രവിച്ച് നടക്കുന്ന ഒരാളായിരിക്കണം. അതുമല്ലെങ്കിൽ ഒരു സംശയരോഗി. എൻ്റെ അറിവിൽ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ന്യൂനതകളും ഇല്ല. ഭാര്യ എന്ന നിലയിൽ എനിക്കെന്തെങ്കിലും കുറവുകളുള്ളതായി VP പറഞ്ഞോട്ട് കേട്ടിട്ടുമില്ല. എന്നിട്ടും നമ്മൾ പിരിയാന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പുവാണ് നമ്മുടെ പ്രശ്നം. അത് തനിക്ക് അറിയായിട്ടാണോ? അതോ
അറിയില്ലെന്ന് ബോധപൂർവം എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണോ? ഓ, അപ്പൊ അപ്പുവാണ് കാരണം. അത് VP-യുടെ നാവിൽ നിന്ന് തന്നെ ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. എനിക്കത് തുറന്നു പറയുന്നതിൽ മടിയൊന്നുമില്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു സംശയം, അപ്പു എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ ഇപ്പൊ VP അവളെ വെറുക്കുകയും ശത്രുവായി കാണുകയും ചെയ്യുന്നത്? അവൾക്ക് ഈ സംഭവിച്ച മാറ്റങ്ങളൊന്നും അവളുടെ കുറവോ കുറ്റവോ കൊണ്ടല്ലെന്ന് VP-ക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ടും ജന്മം കൊടുത്ത കുഞ്ഞിനെ അതിന്റെ പേരിൽ വെറുത്തും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവൾ ജീവിക്കില്ലെന്ന് അറിഞ്ഞപ്പോ കൊല്ലാൻ പോലും മനസ്സ് കാണിച്ചവനാ നിങ്ങൾ. ഗീത, മതി, നിർത്ത്. ഇതൊക്കെ 1000 വട്ടം പറഞ്ഞ കാര്യങ്ങളാ. എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ VP-ക്ക്? ഇനി 1000 വട്ടം കൂടി ആവർത്തിച്ചാലും എന്റെ നെഞ്ചിലെ തീ അണയില്ല. അത്രയ്ക്ക് ക്രൂരനാ നിങ്ങൾ. മനസ്സാക്ഷിയില്ലാത്ത ദുരഭിമാനിയായ ഒരാൾ. ശരി, സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ ദുരഭിമാനിയും ക്രൂരനുമായ ഒരു മനുഷ്യനൊപ്പമുള്ള ജീവിതം വേണ്ടാന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത്. ആര് തീരുമാനം എടുത്തു? ബുദ്ധിമാനാ നിങ്ങൾ. തീരുമാനം എടുത്തത് നിങ്ങളാ. എന്നിട്ട് ബുദ്ധിപൂർവം അതിൽ എന്നെയും കൂടെ പങ്കുചേർക്കുക. VP, നിങ്ങൾ ഈ കാണിക്കുന്ന കാപട്യൊന്നും മനസ്സിലാക്കാതിരിക്കാൻ മാത്രം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. അപ്പൊ പരസ്പര ധാരണയോടെ പിരിയാൻ തനിക്ക് സമ്മതമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. ആലോചിച്ചോളൂ, സമയമെടുത്ത് ആലോചിച്ചോളൂ. ഗീത പറയുന്ന എന്ത് കോമ്പൻസേഷനും ഞാൻ തയ്യാറാ. ഒറ്റ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളൂ, കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചഴിക്കരുത്. മനസ്സിലായി. വിവാഹമോചനത്തിന് കോടതി കയറിയാൽ VP എന്ന മോട്ടിവേറ്റർക്ക് അതൊരു ക്ഷീണമാവുമല്ലോ. അവിടെ സ്വന്തം ഇമേജ് നോക്കണമല്ലോ. അങ്ങനെ വിജയ് പണിക്കരും ഗീതാലക്ഷ്മിയും തമ്മിലുള്ള മറ്റൊരു വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. പണ്ടത്തെ പോലെ ഗിഫ്റ്റ് ഒന്നും കിട്ടിക്കാണില്ല എന്നറിയാം. എന്നാലും ചോദിച്ചോട്ടെ, എന്തായിരുന്നു വാർഷികത്തിന് കിട്ടിയ സമ്മാനം? അമ്മ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. VP ശരിക്കും ഒരു ജെന്റിൽമാൻ ആണോ? അതോ അങ്ങനെയാണെന്ന് പുള്ളിക്കാരൻ അഭിനയിക്കുന്നതാണോ?